രാമേന്ദ്രൻ സാറേ, കഴിഞ്ഞ കുറേ കാലമായിട്ട് മുങ്ങിപ്പോയൊരു വാർത്തയാണ്. പല മാധ്യമങ്ങളിൽ നിന്ന് മുങ്ങിപ്പോയതാണ്. പൊതുവെ അങ്ങനെയാണല്ലോ, ഒരു പ്രധാനപ്പെട്ട വാർത്ത വരും, പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ആരും കൊടുക്കാറില്ല. അത്തരത്തിലൊരു വാർത്തയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്നും അത് സംബന്ധമായി ഈ ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു അത്തരം വാർത്തകൾ എപ്പോഴും കണ്ടുപിടിച്ച് മലയാള മാധ്യമങ്ങൾക്ക് മുമ്പേ പറക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് രാമേന്ദ്രൻ സാർ. അപ്പോൾ സാറ് തന്നെ ഈ ഫ്ലോറിൽ അത് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. അലഹാബാദ് ഹൈക്കോടതി ഇന്നലെ അത് സംബന്ധമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നും അറിയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ ഞങ്ങളൊന്നും അത് അറിയുന്നില്ല. അറിയാതിരിക്കാൻ കാര്യം മലയാള മാധ്യമങ്ങളും ഒന്നും അത് കൊടുത്തായിട്ട് കണ്ടിട്ടില്ല. എന്തായി സാറേ? തീർച്ചയായിട്ടും മലയാളത്തിൽ ആദ്യം അറിഞ്ഞിരിക്കാനിടയുള്ള ഒരാൾ സാറാണ്. എന്താണ് ആ കോടതി ഉത്തരവിൻ്റെ വിശദാംശം? വിഘ്നേഷ് ശിശിർ കർണാടകയിലെ BJP നേതാവല്ലേ അവിടുത്തെ? അതെ, അദ്ദേഹമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനെപ്പറ്റി വിശദമായിട്ട്. ഇദ്ദേഹം അലഹാബാദ് ഹൈക്കോടതിയിൽ പോയി കൊടുക്കാൻ കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ നാട് അവിടെയാണല്ലോ ഇതിന്റെ നെഹ്റു കുടുംബം. അതായത് ഉത്തർപ്രദേശില് പിന്നെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലാണല്ലോ ഇവരുടെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉത്തർപ്രദേശിൽ പോയി കേസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിലാണ് കേസ്. 1955 പൗരത്വ ഈ വിഘ്നേഷ് ശിശിർ ജൂലൈയിൽ ഒരു കേസ് കൊടുത്തിരുന്നു ഈ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ചിട്ട്. ഇയാളുടെ ഈ MP സ്ഥാനം റദ്ദാക്കണം, ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ്, ഇയാൾ ഇതിനു മുമ്പ് സത്യവാങ്മൂലം കൊടുത്തപ്പോൾ തന്നെ ബാക്കോപ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡയറക്ടറായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് കമ്പനി. ബ്രിട്ടീഷ് സ്വന്തമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കമ്പനി, അതിൻ്റെ ഡയറക്ടറും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ കാലത്ത് അതിൻ്റെ ഈ റിട്ടേൺസ് കൊടുക്കുമല്ലോ, ഇൻകം ടാക്സ് അങ്ങനത്തെ. അപ്പോൾ അതിൽ ഈ ബ്രിട്ടീഷ് നാഷണൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ജൂലൈയിൽ കോടതിയിൽ ഈ വിഘ്നേഷ് പോയിരുന്നു. അപ്പോൾ ജൂലൈയിൽ അത് കഴിഞ്ഞ് വിഘ്നേഷിനോട് ഇത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ സമീപിക്കാനായിട്ട് കോടതി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ പരാതിപ്പെടുക, അവരെന്തെങ്കിലും ആഭ്യന്തര വകുപ്പെങ്കിൽ ആഭ്യന്തര വകുപ്പ്, അതിൽ അവരൊന്നും നടപടി എടുക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നാണ് കോടതി. എന്നിട്ട് ഈ വിഘ്നേഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1955 പൗരത്വ നിയമപ്രകാരം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഒരു പരാതി കൊടുത്തു, ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തു. ഇങ്ങനെ ബ്രിട്ടീഷ് പൗരനാണ്, അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം കേന്ദ്ര സർക്കാർ. അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് എന്ന് കേൾക്കുന്നത് ശരിയാണോ, ആ കാര്യത്തിൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി കൊടുത്തിരുന്നു. ഇപ്പോൾ കോടതി എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജൂലൈയിൽ കൊടുത്തിട്ടും മറുപടിയൊന്നും കിട്ടിയിട്ടില്ല ശിശിറിന്. അപ്പോൾ ശിശിർ കൊണ്ടുപോയി വീണ്ടും ഈ ലക്നൗ ബെഞ്ചിൽ കേസ് കൊടുത്തു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാടെന്താണ്, അവർ ഈ കാര്യത്തിൽ എന്ത് നടപടി എടുത്തു ഈ പരാതിയുടെ മുകളിൽ അതറിയിക്കാൻ ആവശ്യപ്പെട്ടു ലക്നൗ ബെഞ്ച്. അപ്പോൾ കേന്ദ്രം ശരിക്ക് ഒരു അമാന്തം കാണിച്ചെങ്കിൽ പോലും ഒരു പിടി വീണു കേന്ദ്രത്തിന്റെ മുകളിൽ. ജൂലൈ എന്ന് വെച്ചാൽ 2 മാസമായി, കഴിഞ്ഞ ജൂലൈയിലാണ് അല്ലേ? അപ്പോൾ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SB പാണ്ഡെ കോടതി വിളിച്ചു വരുത്തി. അപ്പോൾ പാണ്ഡെ പറഞ്ഞു, എന്നോട് വാക്കാൽ മറ്റേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് എനിക്ക് എഴുതി കിട്ടാനായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനമൊക്കെ എഴുതി കിട്ടാനായിട്ട് രേഖാമൂലം കിട്ടാനായിട്ട് കുറച്ചുകൂടി സമയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ. അപ്പോൾ ഇതും ഇനി 30-ാം തീയതി കേൾക്കാം എന്നൊക്കെ വെച്ച് കേസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനെ അറിയിക്കണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് നടപടിയെടുത്തത്, രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്നുള്ള കാര്യത്തിൽ എന്താണ് നടപടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ
കോടതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളല്ലാതെ അയാൾ ബ്രിട്ടീഷ് പൗരനാണോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഞങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ പരാതിയുടെ മുകളിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി എടുത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ അല്ല, കോടതിയുടെ മുമ്പിലുള്ള വിഷയം അതാണ്. യെസ്. അപ്പൊ സത്യത്തിൽ ഇപ്പോ കോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ അതാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെതിരായിട്ടാണ് ഉത്തരവ്. എതിരായിട്ട് മീൻസ് അവരോടാണ് ഉത്തരവ്. അതെ, കേന്ദ്രം ഇപ്പൊ ഇതിലൊരു നിലപാടെടുത്ത് പറയണം. കേന്ദ്രം രാഹുൽ ഗാന്ധിയെ കുറെ നാളായിട്ട് ഈ കേസിൽ സംരക്ഷിക്കുന്നു, അത് മാറ്റണം. അത് വന്നിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ജസ്റ്റിസ് രാജൻ റോയ് ഓം പ്രകാശ് ശുക്ല ഡിവിഷൻ ബെഞ്ച്, ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഇത് വിഘ്നേഷ് ശിശറിൻ്റെ പൊതു താല്പര്യ ഹർജിയാണ്. അപ്പോൾ ആ പൊതു താല്പര്യ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒരു നടപടി എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് നടപടിയെന്ന് അറിയിക്കണം. അത് അങ്ങനെ അറിയിക്കാൻ വിഘ്നേഷ് ശിശർ ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന UP ഭരിക്കുന്ന ഗവൺമെൻറ്റിനും ഒക്കെ ഗവൺമെൻറ്റുകളെ സമയത്തിന് ഒരു നടപടിയെടുക്കാത്തതിനെതിരായിട്ടാണ്. അതാണ്. അപ്പോൾ ബ്രിട്ടീഷ് പൗരനാണ് എന്നുള്ളതിന് തെളിവുകളുണ്ട്. ഇന്നലെ എന്നോട് വിഘ്നേഷ് സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നു, UK സർക്കാരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഇത് പേഴ്സണൽ ഡാറ്റ ആയതുകൊണ്ട്, ഒരു വ്യക്തിപരമായ വിവരമായതുകൊണ്ട് നിങ്ങൾക്കിത് തരാൻ പറ്റില്ല. ഇത് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്റ്റിൽ വരുന്നതാണ്, ബ്രിട്ടൻ്റെ 2018 ആക്റ്റാണ്. രാഹുൽ ഗാന്ധി ഒപ്പിട്ട ഒരു അപേക്ഷ കിട്ടിയാൽ മാത്രമേ, ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡാറ്റയാണല്ലോ, അദ്ദേഹം ഒപ്പിട്ടൊരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണോ ഇല്ലയോ എന്നുള്ള വിവരം അദ്ദേഹത്തിനാണ് അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനായിരുന്നു എന്നുള്ളത് ഈ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട് താനും, വിഘ്നേഷിന് കിട്ടിയ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന് വിഘ്നേഷ്. അത് സിറ്റിസൺഷിപ്പ് ആക്ടിലെ സെക്ഷൻ 9(2) പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി കൊടുക്കുകയായിരുന്നു കോടതി. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ അഡീഷണൽ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ SB പാണ്ഡെയോട് വിവരം ചോദിച്ചത്. അദ്ദേഹം കോടതിയിൽ ഹാജരായി വാക്കാൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പ് പറഞ്ഞു. പക്ഷേ അതിലെന്ത് നടപടി എടുത്തു എന്നൊക്കെ രേഖാമൂലം കിട്ടണം, അതിന് കുറച്ച് സമയം വേണം. ഇതാണ് കോടതിയിൽ അദ്ദേഹം പറഞ്ഞത്. ഒരു സാവകാശം ചോദിച്ചു എന്ന് പറയാം. അപ്പോൾ അത് വീണ്ടും വാദത്തിന് വെച്ചിട്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2024 ജൂലൈയിലാണ് ശിശിർ ഈ ആദ്യത്തെ ഹർജി പിൻവലിച്ച് സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം പരിഹാരം കാണാൻ കോടതി പറഞ്ഞല്ലോ, കൊണ്ടുപോയി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുത്തത്. 2 പരാതികൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. രാഹുലിൻ്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം, 2 CBI അന്വേഷണം വേണം രാഹുൽ ഗാന്ധിക്കെതിരെ. കോടതിക്ക് മുന്നിൽ പക്ഷേ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്നില്ല ഇപ്പോൾ. ആ ഹർജിയല്ല മുമ്പിലുള്ളത്. അപ്പോൾ അതാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇതിൻ്റെ വാദം നടന്നിരുന്നു. അതിലാണ് കഴിഞ്ഞ ദിവസം ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. CBIക്കും പരാതി കൊടുത്തിട്ടുണ്ട് വിഘ്നേഷ് ഈ കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോടതിയിൽ വിഘ്നേഷ് പറഞ്ഞിട്ടുണ്ട് 2003, 2006 കാലത്ത്, കാരണം 2003, 2006 കാലത്തൊക്കെ രാഹുൽ ഗാന്ധി കമ്പനി നടത്തുന്നുണ്ട് ബ്രിട്ടനിൽ. അത് കഴിഞ്ഞിട്ടാണ് പത്രിക കൊടുക്കുന്നത് ഇവിടെ ഉത്തർപ്രദേശിൽ വന്നിട്ട്. 2003, 2006 രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയത് എങ്കിൽ പത്രിക നൽകുമ്പോൾ അദ്ദേഹം അത് കാണിക്കേണ്ടതായിരുന്നു. ആർട്ടിക്കിൾ 84A ഈ ഭരണഘടനാ വകുപ്പിന് അതുവരെ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ല എന്നാണോ അദ്ദേഹത്തിൻ്റെ വാദം? അങ്ങനെയാണ്. അത് രാഹുൽ ഗാന്ധി തെളിയിക്കട്ടെ. മറിച്ചാണെങ്കിൽ അതിൽ പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 84A അനുസരിച്ചിട്ട് ബ്രിട്ടീഷ് പൗരത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ,
ഇവിടെ മത്സരിക്കാൻ അർഹനല്ല, യോഗ്യതയില്ല. അങ്ങനെ നിയമപരമായ തടസ്സമുണ്ടോ സർ? ഏതിന്? ഈ ഒരു രാജ്യത്ത് നല്ല ഇന്ത്യൻ പൗരനായിരിക്കെ തന്നെ മറ്റു പല രാജ്യങ്ങളും പല ബിസിനസ്സുകാർക്കും, പ്രത്യേകിച്ച് ഇതും ബിസിനസ്സാണ് പറയുന്നത്, പല ബിസിനസ്സുകാർക്കും ആ രാജ്യം ഓണററി സിറ്റിസൺഷിപ്പ് കൊടുക്കാറുണ്ട്. നമ്മുടെ പല മലയാളികൾക്കും ഗൾഫ് രാജ്യം ബിസിനസ് വിസ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താൽ, വിസയല്ല സർ, സിറ്റിസൺഷിപ്പ് അങ്ങനെ കൊടുത്താൽ അതൊരു കുറ്റകരമായി തീരും, ഒഫൻസ് ആണോ രാജ്യത്തോട്? ഇത് കുറ്റമാണോ അല്ലയോ എന്നുള്ളതല്ല. ഇത് അദ്ദേഹത്തിന് പൗരത്വം കിട്ടുന്നത് അദ്ദേഹം പഠിക്കാൻ പോകുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് കമ്പനി തുടങ്ങുന്നത്. അല്ലാതെ ബിസിനസ് തുടങ്ങാൻ കിട്ടിയ പൗരത്വം അല്ല. പഠിക്കാൻ പോയ കാലത്തുണ്ടായിരുന്നു, കിട്ടിയതാണ്. ആ സമയത്ത് മേടിച്ചിട്ട് പിന്നെ കമ്പനി തുടങ്ങുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം. രാഹുൽ ഗാന്ധി പക്ഷേ മറ്റേ കമ്പനി തുടങ്ങാൻ വേണ്ടി ബ്രിട്ടനിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നില്ല. അദ്ദേഹം ബിസിനസ്സുകാരനും അല്ല. അദ്ദേഹം തുടർച്ചയായിട്ട് അവിടെ ബിസിനസ് ചെയ്തിട്ടുമില്ല. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാനഡയിലൊരു പൗരൻ VSS ശർമ്മയ്ക്ക് UK സർക്കാർ ഈ കാര്യത്തിൽ കൊടുത്ത മറുപടി ഈ ഹർജിയുടെ ഭാഗമായിട്ട് വിഘ്നേഷ് കൊടുത്തിട്ടുണ്ട്. അതായത് UK സർക്കാർ ഇയാൾ ബ്രിട്ടീഷ് പൗരനായിരുന്നു എന്ന് പറയുന്ന ഒരു കടലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഘ്നേഷ് ആവശ്യപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ഈ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ റായ്ബറേലി, അപ്പോൾ ആ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ MP അല്ല, MP ആണ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഡൽഹി ഹൈക്കോടതിയിൽ ഇതേ വിഷയത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ സ്വാമി 2019 തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുത്തിരുന്നു. ആ കാര്യത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമിക്കും മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ മൻമോഹൻ, ജസ്റ്റിസ് തുഷാർ റാവു അവരുടെ ബെഞ്ചിലാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അലഹാബാദ് കോടതിയിലൊരു കേസ് നടക്കുന്നുണ്ടല്ലോ, ഒരേ വിഷയത്തിൽ 2 കേസ് വേണ്ടല്ലോ. അപ്പോൾ ആ കോടതിയിലെ തീരുമാനം എന്താണ് എന്ന് നോക്കിയിട്ട്, അതാണോ ആദ്യത്തേത്? അല്ല, ശിശിർ കൊടുത്തതാണ് ആദ്യം. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയോട് കേസിൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്കിവിടെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയിലെ കേസ്. സുബ്രഹ്മണ്യൻ സ്വാമി ഈ വിഷയം പണ്ട് തൊട്ട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു, ആഭ്യന്തര വകുപ്പിനും കടലാസ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ വിഘ്നേഷ് കേസ് കൊടുത്തതിന് ശേഷമാണ് സമീപിച്ചത്. ഇതിലിപ്പോൾ ഒരു 2-3 കാര്യങ്ങൾ കഴിഞ്ഞു സാർ, അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു? അല്ല, ഞാൻ ഈ മറ്റേ ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞോളൂ. അതായത് അവിടെ ബാക്കോപ്സ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് 2023 തുടങ്ങിയത്. 2003 തുടങ്ങിയിട്ട് അതിൻ്റെ ഡയറക്ടറും സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ആനുവൽ റിട്ടേൺസിൽ 2005 ഒക്ടോബർ 10 കൊടുത്ത റിട്ടേൺസിലും 2006 ഒക്ടോബർ 31 കൊടുത്ത റിട്ടേൺസിലും നാഷണാലിറ്റി എന്നുള്ള കോളത്തിൽ ബ്രിട്ടീഷ് എന്ന് പൂരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കമ്പനി ഡിസോൾവ് ചെയ്യുന്നുണ്ട്, ഇല്ലാതാവുന്നുണ്ട് കമ്പനി. അപ്പോൾ ഡിസൊല്യൂഷൻ അപ്ലിക്കേഷൻ 2009 ഫെബ്രുവരി 17 കൊടുക്കുന്നത്. ആ ഡിസൊല്യൂഷൻ അപേക്ഷയിലും ബ്രിട്ടീഷ് പൗരനാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഇവിടെ MP ആകുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്തൊരു നിയമപ്രശ്നമുള്ളത്. ബ്രിട്ടീഷ് പൗരനായിരിക്കുമ്പോൾ തന്നെ ഇവിടെ അങ്ങനെ ഇരട്ട പൗരത്വം ആയിക്കൂടെ? സുബ്രഹ്മണ്യ സ്വാമിക്കൊക്കെ അത് അറിയുന്നതായിരിക്കുമല്ലോ. ഇരട്ട പൗരത്വം നമുക്കാകാൻ പറ്റില്ല ഇന്ത്യക്ക്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് മത്സരിച്ച് പ്രധാനമന്ത്രി ആകേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഈ നമ്മുടെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനായ ഇവിടുത്തെ P രാജൻ തന്നെ അതിലൊരു തടസ്സമെന്ന് ഉന്നയിച്ചിരുന്നു, കോടതിയിലൊക്കെ സമീപിച്ചിരുന്നു. വേറൊരു രാജ്യത്തെ പൗരത്വമുള്ള ഒരാൾക്ക് ഇവിടെ പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ ഇരട്ട പൗരത്വം നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നമ്മുടെ പൗരന്മാർക്ക് പലയിടത്തും ഈ ഓണററി ബിസിനസ്സിന് നമുക്ക് പൗരന്മാരാകാനായിട്ട് പലയിടത്തും ഒക്കെ കൊടുക്കുന്നുണ്ട്. വലിയ ബിസിനസ്സുകാർക്ക് അവർ ഇത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യും, ബാങ്കിൽ ഇത്ര പൈസ ഒക്കെ കാണിക്കുക, അതൊക്കെ നോക്കിയിട്ട് പല രാജ്യങ്ങളിലും അങ്ങനെ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അല്ല, മാത്രമല്ല സാർ, ഇപ്പോൾ വലിയ തോതിൽ നമ്മളെ കുട്ടികൾ പോയി സെറ്റിൽ ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇവിടുത്തെ പൗരത്വം കളഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. കാനഡയിലായാലും US UK ഒക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അവർ തിരിച്ചു വന്നാൽ ഇവിടെ മത്സരിക്കാനോ എന്തെങ്കിലും ഇവിടുത്തെ പൗരാവകാശങ്ങൾ, അതായത് ഗൾഫിലൊക്കെ താമസിക്കുന്ന പ്രവാസികൾക്കൊക്കെ ഇവിടെ വന്ന് വോട്ട് ചെയ്യാമെന്ന്, അല്ലാതെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇരട്ട പൗരത്വം എന്ന് പറഞ്ഞൊരു സംഭവം അംഗീകരിച്ചിട്ടില്ല. MP ആകാൻ, പ്രധാനമന്ത്രിയാകാൻ ഇതൊന്നും പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു PV അബ്ദുൽ വഹാബിന്റെ കേസിൽ ഇങ്ങനെ ഒരു ആരോപണം അന്ന് വന്നിരുന്നോ എന്ന് എനിക്ക് സംശയം. അബ്ദുൽ വഹാബ് ഏത് രാജ്യത്തെ പൗരനായിരുന്നു? വേറെ UAE-ലെ കച്ചവടം. ബിസിനസ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം സാർ, ഇതിലിപ്പോ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു സാധാരണ പൗരനല്ലല്ലോ. അല്ല, ഇന്ത്യയിലെ എന്നും ലൈംലൈറ്റിൽ നിന്ന പ്രസിദ്ധമായൊരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു പൗരൻ, അദ്ദേഹത്തിൻ്റെ രേഖകൾ പോലും കണ്ടെത്തി കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സ്വന്തം കോടതിയിൽ എത്തിക്കാൻ എത്ര കാലം വേണം സാർ? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോ ഈ പറഞ്ഞ നെക്സസ് ഒത്തുകളി ഇതിൻ്റെ പിന്നിലുണ്ടോ ഏത് കാലത്തും? അതാണ് ഈ മറ്റേ രാഹുൽ ഗാന്ധിക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവുമോ? ഈ ഒരുപാട് മർമ്മം നോക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമല്ലോ. ശരി, അങ്ങനെ ചെയ്തതാണോ? ഒരു മറുപടി കൊടുക്കണ്ടേ സുബ്രഹ്മണ്യൻ സ്വാമിക്ക്? അല്ല, അയാൾ ഇവിടുത്തെ പൗരൻ തന്നെയാണ്, മറ്റേത് വെറുതെ പറയുന്നതാണ്. അങ്ങനെയല്ല. ഇത് ഈ പത്രിക സമർപ്പിച്ച ഒരു കടലാസിലും ഞാൻ ഈ ബാക്ക് ഓപ്സിന്റെ കടലാസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബ്രിട്ടീഷ് സിറ്റിസൺ. ഇത് നമ്മൾ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ ബാക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ നിയമവശം അറിയില്ല. ഈ ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനി ഡിസോൾവ് ചെയ്ത് പോകുമ്പോൾ അതൊരു ഒരു ബിസിനസ് ആണ്. ഡിസോൾവ് ചെയ്ത് 2009 ഡിസൊല്യൂഷൻ. അതിന് മുമ്പേ MP ആണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഭരണഘടനയുടെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഭരണഘടനയുടെ വകുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2019 ഏപ്രിൽ 29 രാഹുലിന് ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിൽ 2019 ഏപ്രിൽ 29 കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിങ്ങൾ വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ട് രാഹുലിനൊരു കത്തെഴുതിയിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിൽ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി. രാഹുൽ ഗാന്ധി അതിൽ എന്താണ് മറുപടി കൊടുത്തതെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. കൊടുത്തിരിക്കാം 2 ആഴ്ച കൊണ്ട് കൊടുത്തണം എന്നുള്ളത്. ആ വിവരം വരെ ഉണ്ട് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിൽ. അത് കഴിഞ്ഞ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. അതിപ്പോൾ ഈ കോടതിയിൽ 2 കേസുകൾ സുബ്രഹ്മണ്യൻ സ്വാമിയും ഈ വിഘ്നേഷും കൂടി ചെയ്തതുകൊണ്ട് ആ വിവരം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞേ പറ്റൂ. രാഹുലിൻ്റെ പൗരത്വ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒത്തുകളിക്കുന്നു എന്ന് ആര് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സുബ്രഹ്മണ്യ സ്വാമി തൊട്ട് വിഘ്നേഷ് വരെ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് പൗരനായിരുന്ന സമയത്ത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം ഡിസൊല്യൂഷൻ 2009 മാത്രമാണ്. അതിനു മുമ്പും MP ആയിട്ടുണ്ട്. അതെ. അവിടെ നിങ്ങൾ ഇവിടെ അത് അപേക്ഷിക്കുമ്പോൾ ബാക്ക് ഓപ്സിന് വേണ്ടി അവിടെ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ബ്രിട്ടീഷ് പൗരനാണോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി. അപ്പോൾ അവിടെ പൗരന്മാർക്ക് ഇങ്ങനെ ബിസിനസ് തുടങ്ങാവൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആരെ രക്ഷിക്കുന്നു എന്നതാണ് ചോദ്യം. എന്തായാലും കോടതി പറയട്ടെ അല്ലേ? അലഹാബാദ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ലക്നൗ ബെഞ്ചിൻ്റെ ഡിവിഷൻ ബെഞ്ചാണ് അല്ലേ പറഞ്ഞ ഉത്തരവ് ഇനിയുള്ള കാലത്ത് ചർച്ചയ്ക്ക് വരും. അത് കാരണം ആ ലക്നൗ ബെഞ്ച് ഇത് പെട്ടെന്ന് അതിൻ്റെ അകത്ത് കാര്യം എടുക്കുന്നുണ്ട് ജൂലൈയിൽ. മാത്രമല്ല അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി കാത്തിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. തീർച്ചയായിട്ടും. അപ്പോൾ അത് സുപ്രീം കോടതി വരെ എത്തുന്ന ഒരു നിയമപ്രശ്നമായിട്ട്, ദേശീയ പ്രശ്നം തന്നെയായിട്ട് വളർന്നു വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരൊക്കെ മൂടി വെച്ചാൽ ഇത്തരം വാർത്തകൾ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരോട് പറയാനേ ഇപ്പോൾ നമുക്ക് നിവൃത്തിയുള്ളൂ. നിയമപ്രശ്നം അതിൻ്റെ വഴിക്ക് പോട്ടെ, കോടതി. എന്നോട് ഇന്നലെ വിഘ്നേഷ് പറഞ്ഞത് ഈ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞവണ തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ, അത് തന്നെ അനധികൃതമായിരുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. ക്രമവിരുദ്ധമാണെന്നല്ലേ? യെസ്, ചട്ടവിരുദ്ധമാണെന്ന്. പക്ഷേ കോടതികൾ സർക്കാരിനോട് ചോദിക്കുന്നു, സർക്കാർ മൗനം പാലിക്കുന്നു, വെച്ച് നീട്ടുന്നു, താമസിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലാവധികൾ അങ്ങനെ തീർന്നു പോയാൽ മതിയല്ലോ. എത്ര തവണ MP ആയി? ഏതായാലും പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇത്ര വലിയൊരു വ്യക്തിത്വത്തിൻ്റെ കുറിച്ചുള്ള പൗരത്വ വിശദാംശങ്ങൾ പോലും ഇത്രയേറെ വെച്ച് താമസിപ്പിക്കുന്നു, വഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ അത് ഒത്തുകളിയാണ്, നമ്മൾ ആവർത്തിക്കുന്നു, ഒന്നുകിൽ ഒത്തുകളിയാണ്, അല്ലെങ്കിൽ ഗുരുതരമായ കൃത്യവിലോപമാണ്. ഓക്കെ സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.